ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. നമ്മളുടെ SLC എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഹിന്ദിയുടെ എക്സാം അടുക്കാറായി. ഹിന്ദിയിലെ പാഠഭാഗങ്ങൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്താലോ? എല്ലാവരും പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമുക്ക് വേഗം നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും ഒന്ന് ഓടിച്ചു നോക്കാം. സോ നമുക്ക് ഇക്കായി ഏക്കിൽ വരുന്ന മെയിൻ ചാപ്റ്റേഴ്സ് ബീർ ബഹൂട്ടി, ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, ടൂട്ടാ പഹിയ. ഈ ബണ്ടി എന്നുള്ളത് നമുക്ക് അതിരിക്ത വാചന് വേണ്ടിയിട്ടുള്ള ഇതാണ്. നമുക്ക് മെയിനായിട്ടും 3 ചാപ്റ്റേഴ്സ് ആണ് മെയിനായിട്ടും വരുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ മുൻപ് ക്ലാസ്സുകളിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിനായിട്ടും ചാപ്റ്റേഴ്സ് മാത്രം നോക്കി പോവാതെ ഇത് ഏത് വിധയുള്ള രചനയാണ്, കഹാനിയാണോ, ടിപ്പണിയാണോ, കവിതയാണോ, അതുപോലെ തന്നെ ഈ ഒരു രചനയുടെ രചയിതാവ് ആരാണ്, അപ്പം ഇതും കൂടി നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന മെയിൻ ചാപ്റ്റേഴ്സ് 3 ബീർ ബഹൂട്ടി, हदाशा से एक व्यक्ति बैठ गया था, टूटा पहिया. बीर बहूटी एक कहानी है, उसका रचयिता कौन है? प्रभात. हदाशा से एक व्यक्ति बैठ गया था एक टिप्पणी है, आस्वादन टिप्पणी है, रचयिता नरेश सक्सेना. और टूटा पहिया की രചയിത ധർമ്മവീർ ഭാരതി, വോ കവിത ഹെ, ഇതൊരു കവിതയാണ്. സോ 3 മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പം നമുക്ക് ക്വിക്കായിട്ട് ഇതിൻ്റെ സമ്മറി ഒന്ന് നോക്കി പോവാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടിയാണ് നമ്മളുടെ പഹല ചാപ്റ്റർ. അപ്പോൾ ബീർ ബഹൂട്ടി ഒരു കഹാനിയാണ്. ആരുടെ കഹാനിയാണ്? മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? സാഹിലും ബേലയും. അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ് ബീർ ബഹൂട്ടി. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രീവിയസ് സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിൽ ഇവർ സെപ്പറേറ്റഡ് ആവുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു മാനസിക ഒരു വിഷമത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു കഥയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവർ അലഗ് ഹോനെ സെ ഡർ സത്താ ഹെ, നമുക്ക് ആ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ അറിയാം ഇവരെല്ലാ കാര്യങ്ങളിലും എന്താണ് ഒന്നിച്ചായിരുന്നു അല്ലേ? എല്ലാം ഒരുപോലെ ചെയ്യുന്നു, ഇവർക്ക് എന്ത് സംഭവിച്ചാലും ഒരുപോലെ വരുന്നു, ഇവർ തമ്മിൽ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അത് ആ ചാപ്റ്ററിൻ്റെ പല ഭാഗങ്ങളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഇവർ ഈ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് വന്നപ്പോഴേക്കും ഇവർ രണ്ടുപേരും 2 പാർട്ടായി പോകുന്നുണ്ട്. അവരുടെ ഒരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു വിദ ഓർ അലഗ് ഹോനെ സെ വോ ബഹുത് ഡർ ഗയാ ഥാ, ക്യോങ്കി ബേല രാജകീയ കന്യ പാഠശാല മേം ജായഗി. ബേല എവിടെ പോവാണ്? അടുത്ത സ്കൂള് വേറെ സ്കൂളിലാണ്, രാജകീയ കന്യ പാഠശാലയിലേക്കാണ് പോകുന്നത്. നമ്മുടെ സാഹിലാണെങ്കിൽ അജ്മീറിലേക്ക് പോവാണ്. സോ ഈ ഒരു കഥയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ് ദോസ്തി. ദോസ്തി മാനെ ക്യാ ഹെ? ഫ്രണ്ട്ഷിപ്പ്. साहिल और बेला बचपन से ही दोस्त है और उन्हें एक दूसरे के साथ खेल और समय बिताना बहुत पसंद है. ഇവർ ഒന്നിച്ചാണ് കളിക്കുന്നതും പഠിക്കുന്നതും ഒന്നിച്ചാണ് ടൈം ചെലവഴിക്കുന്നതും ഒക്കെ. സോ രണ്ടാമത് ഈ കഥയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒന്നാണ് അലഗ് ഹോനെ കെ ഡർ, സെപ്പറേറ്റഡ് ആവുന്നതിൻ്റെ പേടിയും വേദനയും എല്ലാം. സോ ജബ് ദോനം 6वीं कक्षा में आते हैं तो उन्हें पता चलता है कि बेला राजकीय कन्या पाठशाला में जाएगी जबकि साहिल को അജ്മീർ ഭേജ് ദിയ ജായേഗ. സോ 5ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. 6ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എന്തു പറ്റി? രണ്ടുപേരും, ഒരാൾ രാജകീയ കന്യാ പാഠശാലയിലേക്കും മറ്റേ ആൾ സാഹിൽ എവിടെയാണ്? അജ്മീറിലേക്കും പോയി. അപ്പോൾ അവർ രണ്ടുപേരും അവസാനം കണ്ടുമുട്ടുന്ന ഇതൊക്കെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് പാഠഭാഗം വായിക്കുക. ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ക്വിക്ക് റിവിഷൻ മാത്രമാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്. 3ാമത് ആ ഒരു ചാപ്റ്ററിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒന്നാണ് ദുഃഖ്. ദുഃഖമാനെ ക്യാ ഹെ? വിഷമം അല്ലേ? ഈ ദുഃഖിനെ പലയിടത്തും കമ്പയർ ചെയ്തിട്ടുണ്ട്. दोनों का अलग होने का बहुत दुख होता है और वो सोचते हैं कि अब वे किसके साथ खेलेंगे. രണ്ടുപേർക്കും എന്താണ് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു പിരിഞ്ഞു പോകുന്നതിൽ. ഇനി ആരുടെ കൂടെ, അതായത് നമ്മളുടെ കൂടെ അത്രയും നാൾ നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ രണ്ടുപേരിലും ഒരുപോലെ എന്തുണ്ടായിരുന്നു? വേദന ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വണ്ണാണ് ആംസു. ആംസു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുനീര്. കണ്ണുനീരെന്ന് പറയുമ്പോൾ സാഹിൽക്ക് ആംഖോം സെ ആംസു ആ ജാത്താ ഹെ. സാഹിലിൻ്റെ ഈ ഒരു ആംഖും ബീർ ബഹൂട്ടി പോലെയാണെന്നൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. സാഹിലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. മാനെ ബീർ ബഹൂട്ടിക്ക് തരഹ ലാൽ ഹോ ഗയി. ഇത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ചുവന്ന രക്തം പോലത്തെ ഒരു പ്രാണിയാണ്. സോ ഇവർ പിരിയുന്ന സമയത്ത് എന്താണ്? ബീർ ബഹൂട്ടീനെ പോലെ കണ്ണുകൾ ചുവന്നു വന്നു.
അത്രയും ദുഃഖം സാഹിലിനുണ്ടായി. और उनमें बारिश की बूंदों जैसे पानी भर गए हो. കണ്ണുനീരിന് ഇവിടെ എന്താണ് ഉപമിച്ചിരിക്കുന്നത്? മഴ പെയ്യുമ്പോൾ വെള്ളത്തുള്ളികൾ താഴത്തേക്ക് വരുന്നത് പോലെയാണ്. അപ്പോൾ ഈ കഥയിൽ ആംസു ഒരു പ്രധാന വിഷയമാണ്. മെയിനായിട്ടും ഈ ഒരു കഥയിൽ പറയുന്നത് दोनों दोस्तों एक दूसरे के अलविदा कहते हैं लेकिन उनकी दोस्ती हमेशा के लिए बनी रहती है. രണ്ടുപേർക്കും പിരിയേണ്ടി വന്നു എങ്കിലും അവരെപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ ഇതൊരു ചെറിയൊരു സമ്മറി മാത്രമാണ്. വളരെ വിശദമായിട്ട് നിങ്ങൾ പാഠഭാഗം വായിച്ചു നോക്കുക. നമ്മൾ മുൻപത്തെ സെക്ഷനിലൊക്കെ ഈ ഫസ്റ്റ് യൂണിറ്റ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ചാപ്റ്റർ വരുന്നത് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഹതാശ മാനെ ക്യാ ഹെ? നിരാശ. നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നു. ഇത് വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയ്ക്ക് നരേഷ് സക്സേന നൽകിയ ആസ്വാദൻ ടിപ്പണിയാണ്. ശരിക്കും ഈ ഒരു കവിത ആരുടെയാണ്? വിനോദ് കുമാർ ശുക്ലിൻ്റെ ആണ്. അപ്പം ഈ ഒരു കവിതയിൽ കവി നമ്മളുടെ സഹാനുഭൂതിയുടെ, അതായത് ഹ്യൂമാനിസം എന്നുള്ള ഒരു ഫീലിങ്ങിനെ കുറിച്ചാണ് മെയിനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കവിതയിൽ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു വ്യക്തിയെ അറിയില്ല, പക്ഷെ ആ വ്യക്തിയുടെ ഫീലിങ്സ്, നിരാശ എന്നുള്ള ഫീലിംഗ് എനിക്കറിയാം. ആ വ്യക്തിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാന്ന, നമ്മളൊരു പേഴ്സണെ അറിയുക എന്ന് പറയുന്നതിൻ്റെ പേഴ്സ്പെക്റ്റീവ് മേ ബി നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയായിരിക്കും. പക്ഷെ ഇവിടെ കവി പറയുന്ന ജാന്ന എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അറിയലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അറിയലാണ്. അപ്പം നമുക്കൊരു വ്യക്തിനെ സഹായിക്കണമെങ്കിൽ ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. മനുഷ്യനായിരുന്നാൽ മതി, മനുഷ്യത്വം ഉണ്ടായാൽ മതി, സഹാനുഭൂതി, സഹജീവികളോടുള്ള സഹാനുഭൂതി ഉണ്ടായാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ ജാന്ന നെഹി ജാന്ന എന്നുള്ള വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് കവിതയിൽ പറയുന്നുണ്ട് എന്താ, എനിക്ക് ആ വ്യക്തിനെ അറിയാം, പക്ഷെ ആ വ്യക്തിൻ്റെ പേഴ്സണൽ അങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചിട്ടല്ല അറിയാമെന്ന് പറയുന്നത്. ആ വ്യക്തിക്കും അതുപോലെ ഞാനൊരു കൈ നീട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് കയറാൻ അറിയാം, ഒരുമിച്ച് നടന്നു പോകാൻ അറിയാം. അപ്പോൾ രണ്ട് തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ, പക്ഷെ എന്താ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജാന്ന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡങ്ങളെ മൊത്തത്തിൽ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ജോ റൂഢിവാദി ധാരണ ഓം സേ പർ വ്യക്തി കി ദർദ് അഹസാസ് ക മഹത് ദേത്താ ഹേ. റൂഢിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലി നമ്മളൊരാളെ അറിയാമെന്ന് പറയുന്നതിനെ അപ്പാടി പൊളിച്ചുകൊണ്ട് ആളുടെ വേദനയും ആളുടെ അഹസാസ്, അനുഭൂതി എന്നൊക്കെ പറയും. എന്താണ് ഇപ്പോൾ കറൻ്റ്ലി ഫീൽ ചെയ്യുന്നതെന്നുള്ളത് അറിയാമെന്നാണ് ഇവിടെ एक्सप्लेन ചെയ്യുന്നത്. सो हताशा में व्यक्ति कविता हताशा में बाइट एक व्यक्ति के साथ शुरू होती है जो कवि के ध्यान में आकर्षित करता है. നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നു, ഈ വ്യക്തിയെയാണ് കവി ശ്രദ്ധിക്കുന്നത്. വ്യക്തി കോ ജാന, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തി കോ ജാന. कवि उस व्यक्ति के उसके नाम, जाति, पदा या उम्र के नहीं बल्कि उसके दर्द और एहसास को जानने की कोशिश करती है. ആളുടെ പേരോ ആളുടെ പ്രായമോ ഒന്നും തന്നെയല്ല, ബിലോങ്സ് ടു പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല ഇവിടെ അദ്ദേഹം അറിയുക എന്ന് പറയുന്നത്. അദ്ദേഹം ആ മനുഷ്യനെ അറിയാനാണ്, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അറിയാനാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സഹാനുഭൂതി. सहानुभूति എന്ന് പറഞ്ഞാൽ എന്താ? കവി ഉസ് വ്യക്തി के साथ सहानुभूति व्यक्त करता है और उसे अकेला नहीं छोड़ता, साथ चलता है. അതായത് ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, വിഷമം എന്താണ് എന്ന് മനസ്സിലാക്കി ഒറ്റയ്ക്ക് ഇടാതെ, അലഗ് അവിടെ ഇട്ടിട്ട് പോവാതെ, അകേല നെഹി ചോടുത്ത എന്ന് പറയുന്നുണ്ട്, അവിടെ ഇട്ടിട്ട് പോവാതെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ടാണ്? സഹാനുഭൂതിയാണ്, സഹജീവികളോടുള്ള സഹാനുഭൂതിയാണ്. कवि उस व्यक्ति के साथ हाथ मिलकर चलने का फैसला करता है भले ही वे एक दूसरे को ना जानते हो. ഇവർ പരസ്പരം കവിതയുടെ അവസാനത്തിൽ ഒന്നിച്ച് നടന്നു പോകുന്നുണ്ട്. ഈ ഒന്നിച്ച് നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിൽ നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് അറിയില്ല, അവർ സ്ട്രേഞ്ചേഴ്സാണ്, അപരിചിതരാണ് എങ്കിൽ പോലും അവർക്ക് എന്തറിയാം, ഒരുമിച്ച് നടന്നു പോകാൻ അറിയാം. അപ്പോൾ അതാണ്, അത്രയും കാര്യങ്ങളാണ് ആ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് വരുന്ന കവിതയാണ് ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ ഹിന്ദി में बहुत अधिक मूल्य जाने वाले कविता है. ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ളൊരു കവിതയാണ്. उसके रचयिता धर्मवीर भारती है.
ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ്. ടൂട്ടാപഹിയ കവിതയിൽ ധർമ്മവീർ ഭാരത്ജി പറയുന്നത്, ഇതൊരു ചെറിയ കവിതയാണെങ്കിലും പോലും നമ്മൾ പറയും ഘാഗർ മേ സാഗർ ഭർണവാലെ ജൈസേ ഹേ എന്ന് പറയും. അതായത് ഒരു കുടത്തിൽ കടൽ നിറയ്ക്കുക എന്ന് വെച്ചാൽ അത്രത്തോളം കണ്ടന്റ് ഉള്ള കവിതയാണ്. ചെറിയ കവിതയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കവിതയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് സാത് ഗീത് വർഷ് എന്ന് പറയുന്ന സങ്കലനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇസ് കവിത മീൻ ടൂട്ടാ പഹിയ ലഘു അവർ ഉപേക്ഷിത് മാനവ് ക പ്രതീക് ഹെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടൂട്ടാ പഹിയ എന്ന് പറയുന്നത് നമ്മൾ ചിലർ നിസ്സാരം എന്ന് കരുതി അല്ലെങ്കിൽ ഒരു യൂസുമില്ല എന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ച് കളയും. അങ്ങനെ സമൂഹത്തിൽ നിമ്നവർഗിലുള്ള അല്ലെങ്കിൽ ഉപേക്ഷിതായിട്ടുള്ള മാനവിൻ്റെ പ്രതീകമാണ് ടൂട്ടാ പഹിയ. മേം രഥ് ഏക്ക് ടൂട്ടാ ഹുവാ പഹിയ ഹും എന്നും പറഞ്ഞാണ് ഈ ഒരു വരികൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിപ്പോയ ചക്രങ്ങൾ. അപ്പോൾ ഇവിടെ എന്തിനെയാണ് പ്രതീകമായിട്ട് കാണുന്നത്? ലഘു और उपेक्षित मानव. इस कविता में टूटा पहिया कहते हैं कि मैं टूटा हुआ हूँ लेकिन मुझे മത് ഫേങ്കോ. ഈ കവിതയിൽ പറയുന്നുണ്ട്, ഞാൻ പൊട്ടിപ്പോയ രഥത്തിൻ്റെ ചക്രമാണ്, പക്ഷെ എന്ത് ചെയ്യരുത്, എന്നെ മുജെ നെഹി ഫേങ്കോ അല്ലെങ്കിൽ മത് ഫേങ്കോ, എന്നെ എറിഞ്ഞ് കളയരുത്. नया कवि उसकी संभावनाओं को पहचानते हैं और उसकी क्षमताओं को मूल्यांकन करते कवि ने ये बताया है कि युद्ध सत्य और असत्य के बीच होने के साथ साथ अलग अलग निष्ठाओं के बीच भी होता है. അപ്പം ഈ ഒരു കവിത എഴുതുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മളുടെ അഭിമന്യുവിനെ കൊന്നുകളയുന്നത് ഈ ഒരു രഥചക്രം ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അപ്പം അത് യുദ്ധതന്ത്രങ്ങൾ മെനനാണ് കൊല്ലുന്നത്. സോ ഇവിടെ പറയുന്ന എന്താണ്? ഒരു പൊട്ടിപ്പോയ ഒരു രഥചക്രമാണെന്ന് കരുതി നാളെ നിങ്ങൾക്ക് എന്താണ്, എന്നെയും ആയുധമായിട്ട് ഉപയോഗിക്കാം, എന്നെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിച്ച് കളയരുത്, ഞാൻ നിങ്ങൾക്ക് നാളെ ഒരിക്കൽ ഉപകാരപ്പെടും. टूटा पहिया उसे हथियार डालने से रोककर उसके उद्यम वीर और बहुदारी की साक्ष बना. ഇത്രയും വലിയ മഹാഭാരത യുദ്ധത്തിലെ സാക്ഷിയായ ആളാണ് ഞാൻ. उन बड़े बड़े सुरमाओं और अश्रवणी सेना को अकेले निदहता अभिमन्यु टूटा पहिया के सहारा चुनौती दे रहा थे. അപ്പോൾ ഈ ഒരു ഇതിൽ അഭിമന്യുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അഭിമന്യു എന്താണ്? വെറും പൊട്ടിയ ചക്രം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്ത കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പോയത്തിലുണ്ട്. അഭിമന്യുവിൻ്റെ കാര്യം മാത്രമല്ല, മഹാഭാരതത്തിൽ ഭീഷ്മൻ, കർണൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിപ്പോയ ചക്രം എന്നുള്ള രീതിയിൽ വെറുതെ ഉപേക്ഷിച്ച് കളയരുത്. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ആപ്ക ബണ്ടി എന്ന് പറയുന്ന ഉപന്യാസ്, ബണ്ടി എന്ന് പറയുന്ന ഉപന്യാസ്, അത് നമുക്ക് മനു ഭണ്ഡാരിയുടെയാണ്. ഒരു അതിരിക്ത വാചൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള പോർഷനാണ്. ഡിവോഴ്സായ ദമ്പതിമാരുടെ മക്കൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വ്യതകളാണ് അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കിനി യൂണിറ്റ് 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിലേക്ക് പോവാം. അപ്പോൾ യൂണിറ്റ് 1 ഇക്കായി ഏക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. വളരെ ചുരുക്കി ബ്രീഫായിട്ട് മാത്രം നമ്മൾ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സ് വായിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇക്കായി 2 നമുക്ക് അയാം കലാം കെ ബഹാനെ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ സബ്സെ ബഡാ ഷോമാൻ, ഈ 2 എണ്ണമാണ് ഉള്ളത്. അയാം കലാം കെ ബഹാന ഫിലിമി ലേഖാണ്, മിഹിറാണ്, ലേഖക് മിഹിറാണ്. സബ്സെ ബഡാ ഷോമാൻ ജീവനിയാണ്, ഗീത് ചതുർവേദി. अयाम कलाम के बहाना मेम कलाम हूँ फिल्म की कहानी एक गरीब राजस्थानी लड़के छोटू की है. मेम कलाम हूँ എന്ന് പറയുന്നത് ഒരു ഫിലിമാണ്. ആക്ച്വലി ആ ഫിലിമിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ വളരെ പട്ടിണിയുള്ള ഒരു കുട്ടിയാണ്. അതായത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ലടുക്ക ചോട്ടുവിൻ്റെ കഥയാണിത് പറയുന്നത്. जो भारत के पूर्व राष्ट्रपति डॉक्टर APJ अब्दुल कलाम के प्रेरित होकर अपना नाम बदलकर कलाम रख लेते हैं. छोटू എന്താണ് നമ്മളുടെ മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിൻ്റെ സ്റ്റോറിയിൽ അദ്ദേഹത്തിൽ ഇൻസ്പയർഡ് ആയിട്ട് സ്വന്തം പേരെന്താ, പ്രഭാവമായിട്ട് സ്വന്തം പേരെന്ത് ചെയ്യുന്നു, കലാം എന്നുള്ള രീതിയിൽ മാറ്റുന്നു. അപ്പം നമുക്ക് തോന്നും ഇത് വെറും ഒരു പേര് മാറ്റി വെറും ഒരു സ്വപ്നമാണ് എന്ന്. പക്ഷേ ചോട്ടു അതിനു വേണ്ടി പരിശ്രമിച്ച് പിന്നീട് ഡൽഹിയിലൊക്കെ പോയി വളരെ സക്സസ് ആവുന്നുണ്ട് സ്റ്റോറിയിൽ.
അപ്പോൾ कहानी के सार നമുക്ക് നോക്കാം. छोटू जो एक गरीब परिवार से है, सड़क किनारे कैफे में काम करते हैं, लेकिन वह डॉक्टर कलाम से प्रेरित होकर एक बहादुर भविष्य का स्वप्न देखते हैं. ഈ ഒരു കഥയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ചോട്ടു നമ്മുടെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മകനാണ്. അവൻ ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ജോലി ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ നാളെ ഒരിക്കൽ ഞാൻ APJ അബ്ദുൽ കലാമിനെ പോലെ വലിയൊരാളായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ അവൻ ഭാവിയെ സ്വപ്നം കാണുകയാണ്. कलाम का प्रभाव फिल्म में डॉक्टर कलाम के सकारात्मक प्रभाव को दिखाया गया है. ഈ ഒരു കഥയിലും സിനിമയിലും ഉടനീളം നമുക്ക് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. जो छोटू के प्रेरित करता है और उसे एक उज्ज्वल भविष्य की ओर ले जाते हैं. ചോട്ടു അതിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആവുകയും നല്ലൊരു ഭാവി അവന് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നു. പിന്നെ ഇതിൽ പറഞ്ഞു പോകുന്ന മറ്റൊരു വിഷയമാണ് സംഘർഷ് और उम्मीद. छोटू को अपने जीवन में कई कठिनाइयों का सामना करना पड़ता है, लेकिन वह अपनी उम्मीदों को कभी नहीं खोता और डॉक्टर कलाम की तरह एक सफल व्यक्ति बनने के लिए संघर्ष करता है. അപ്പോൾ ഇവിടെ ചോട്ടു തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു അവൻ സ്വപ്നം കാണുന്നു. ഈ സ്വപ്നം നേടിയെടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ചോട്ടു അതിനു വേണ്ടി എന്ത് ചെയ്തു? ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് അവൻ എത്ര ബുദ്ധിമുട്ടിയിട്ട് പോലും അവൻ്റെ ഈ ഒരു സ്വപ്നം ഒരു സ്റ്റേജിൽ വേണ്ടെന്ന് വെച്ചില്ല. അവൻ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. സംഘർഷം എന്ന് പറഞ്ഞാൽ എന്താ? ഫൈറ്റ് ചെയ്ത് അവസാനം അത് അവൻ നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചോട്ടുവിൻ്റെ കഥയാണ്. വളരെ വലിയൊരു സ്റ്റോറിയാണ് നമുക്കുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ചോട്ടു അനുഭവിക്കുന്നതും ചോട്ടുവിൻ്റെ സ്കൂളിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ആ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു ജീവനിയാണ് സബ്സെ ബഡ ഷോമാൻ ഗീത് ചതുർവേദി. സബ്സെ ബഡ ഷോമാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗീത് ചതുർവേദി അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസിനെ ആസ്പദമാക്കി ഗീത് ചതുർവേദി എഴുതിയിട്ടുള്ള ഒരു ജീവനിയാണ്. ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ലോകം അറിയപ്പെടുന്ന ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ്, അതിനെക്കുറിച്ചാണ് ഗീത് ചതുർവേദിയുടെ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. ചാപ്ലിൻ മൂക്ക് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ്സ് ഇല്ല, ഉള്ള ആക്ഷൻസും ഗസ്റ്റ് ഹൗസും മാത്രമേ ഉള്ളൂ. മൂക്ക് ഫിലിം യുഗിൽ വളരെ പ്രഭാവിതമായിട്ടുള്ള കലാകാരാണ്. നിങ്ങൾക്ക് എക്സാമിന് ആഡ് ചെയ്യാവുന്ന ഒരു പോയിൻ്റാണ്. മൂക്ക് ഫിലിംക്ക് സബ്സെ പ്രഭാവി കലാകാർ ഹേ ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു അഭിനയത്തിലേക്ക് വന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എങ്ങനെയായിരുന്നു? അമ്മയുടെ കൂടെ 5 വയസ്സുള്ളപ്പോൾ അമ്മ ഒരു സിംഗറായിരുന്നു, സ്റ്റേജ് പെർഫോമർ ആയിരുന്നു. അമ്മ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അമ്മയുടെ സൗണ്ട് അടിഞ്ഞിട്ട് ഒരു ഒച്ച പുറത്തേക്ക് വന്നു. അപ്പോൾ കാണികൾ ടിക്കറ്റൊക്കെ വെച്ചുള്ളൊരു ഷോ ആയതുകൊണ്ട് തന്നെ കാണികൾ ബഹളം ഉണ്ടാക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ 5 വയസ്സുള്ള ചാർലി ചാപ്ലിൻ ഇതെല്ലാം തിരശീലയുടെ പുറകിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അമ്മ ഒരു കലാകാരിനെ സംബന്ധിച്ച് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ആ ഒരു കല മുഴുവിപ്പിക്കാൻ പറ്റാത്തതും ആൾക്കാർ കളിയാക്കുന്നതും. അമ്മ ആ ഒരു വിഷമത്തിൽ ബാക്ക് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ 5 വയസ്സുള്ള ചാർലി ചാപ്ലിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് വിടാനായിട്ട് മാനേജർ നിർബന്ധിച്ചു. കാരണം ഇവർ തനിയുള്ള അവസരങ്ങളിലൊക്കെ ചാർലി ചാപ്ലിൻ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തതും അവൻ്റെ കഴിവൊക്കെ മാനേജർ കണ്ടിട്ടുണ്ട്. സോ ക്രൗഡിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശാന്തമാക്കണം. അപ്പോൾ അതുകൊണ്ട് ചാർലിനെ സ്റ്റേജിലേക്ക് അയക്കാനായിട്ട് നിർബന്ധിതരായി. അപ്പം അമ്മയ്ക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും മറ്റ് വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ സമ്മതിച്ചു. നമ്മളെ 5 വയസ്സുള്ള ചാർലി ചാപ്ലിൻ സ്റ്റേജിലേക്ക് വരികയും അവനറിയാവുന്ന പാട്ടുകൾ പാടുകയും കാണികളെ ചിരിപ്പിക്കുകയും കുറച്ച് മുമ്പ് നടന്ന സംഭവം വരെ അവൻ ഇമിറ്റേറ്റ് ചെയ്ത് നക്കൽ കർത്തി അമ്മേനെ വരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ക്രൗഡിന് വളരെയധികം സന്തോഷമാവുകയും താലി ബജാക്കർ അവർ കൈയടിച്ച് ഈ പെർഫോമൻസ് സ്വീകരിക്കാനും തുടങ്ങി. അതുമാത്രമല്ല ഒരുപാട് പൈസകൾ ഇങ്ങനെ നോട്ടുകൾ അവനോടുള്ള സ്നേഹസൂചകമായിട്ട് സ്റ്റേജിലേക്ക് വരാനും തുടങ്ങി. അപ്പോൾ അത് വന്നപ്പോൾ മാനേജർ ഓടി വന്ന് ഇത് പിറക്കുന്നു. കുട്ടിയായ അവൻ്റെ മനസ്സിൽ ഇത് തൻ്റെ അമ്മയ്ക്ക് കൊടുക്കില്ലേ, മാനേജർ കൊണ്ടുപോവുകയാണോ ടൗലിൽ പിറക്കി എന്നുള്ളൊരു ചിന്ത വരികയും അവൻ അതിൽ കാണിക്കുന്ന വെപ്രാളമൊക്കെ കാണികളെ കൂടുതൽ ചിരിപ്പിക്കുകയും ബാക്ക് സ്റ്റേജിൽ പോയിട്ട് അവൻ അമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുന്നത് വരെ നോക്കി നിൽക്കുന്നതും തിരിച്ചു വന്ന് ബാക്കി പെർഫോമൻസ് ചെയ്യുന്നതും അമ്മേനെ കളിയാക്കി ചെയ്യുന്നതും ഒക്കെ കാണികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്
ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ഉണ്ടാവുകയും അതുവരെ വിഷമിച്ചിരുന്ന അമ്മ സ്റ്റേജിലേക്ക് വരികയും സന്തോഷത്തോടുകൂടി ചാർലി ചാപ്ലിനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പം അമ്മയുടെ അവസാനത്തെ സ്റ്റേജും ചാർലിയുടെ ആദ്യത്തെ സ്റ്റേജും അതായിരുന്നു. അങ്ങനെയാണ് ലോകമറിയപ്പെടുന്ന ചാർലി ചാപ്ലിൻ എന്ന കലാകാരൻ നമ്മളുടെ കാണികളുടെ മുന്നിലേക്ക് വരുന്നത്. സോ ആ ഒരു കഥയാണ് ഗീത് ചതുർവേദി ഈ ഒരു സബ്സെ ബഡാ ഷോമാൻ എന്നുള്ള രീതിയിൽ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതാണ് അതിൻ്റെ കണ്ടൻറ്റ്. ഇനി ഇക്കായി തീനിൽ നമുക്ക് മെയിനായിട്ട് 2 എണ്ണമാണ്. പിന്നെ ഏക് ധാൽ ബരെ ജാന്ത് എന്നുള്ളത് അതിരിക്ത് വാചൻ്റെ പാർട്ടാണ്. അപ്പം നമുക്ക് 2 ചാപ്റ്റർ ഉള്ളത്. അകാൽ और उसके बाद एक कविता है, उसका कवि क्या कौन है? नागार्जुन. और ठाकुर का कुआ कहानी प्रेमचंद. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയും കഹാനിയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അകാൽ और उसके बाद നോക്കാം. അകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വരൾച്ച, പട്ടിണി ഒക്കെയാണ്. ക്ഷാമം, എക്സാക്ട് മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ അകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമമാണ്. അപ്പോൾ ക്ഷാമത്തിന് മുൻപും ക്ഷാമം വന്നതിന് ശേഷമുള്ള ഒരു അടുക്കളയുടെ കാര്യത്തിലൂടെ നമ്മളുടെ ഒരു മൊത്തത്തിലുള്ളൊരു അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് കവി കാണിച്ചു തരാണ്. नागार्जुन की कविता अकाल और उसके बाद अकाल के दौरान आम आदमी की पीड़ा और बाद में राहत मिलने पर खुशी का चित्रण करती है. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അകാൽ വരുന്നതിന് മുന്നേ, ക്ഷാമം വരുന്നതിന് മുന്നേ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകളും അതിനുശേഷം അവരനുഭവിച്ച സന്തോഷവുമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കവിത में अकाल के कारण चूल्हे का ना जलना, चक्की का ना चलना, जानवरों और इंसानों की दुर्दशा और फिर कुछ गाने के मिलने पर खुशी का वर्णन है. അപ്പോൾ അകാല് ക്ഷാമം ഉള്ളപ്പോൾ അവിടെ ഒന്നും അടുപ്പെരിയാനില്ല. കാരണം എരിഞ്ഞിട്ട് കാര്യമില്ല, അതിലൊന്നും ഇട്ട് പാചകം ചെയ്യാനില്ല. അതുപോലെ തന്നെ ചക്കി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മിക്കല്ല്, അരകല്ല് എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. അത് ആട്ടാൻ അതിന് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യരും മൃഗങ്ങളും ആ കവിതയിൽ പറയുന്നുണ്ട്, അടുപ്പിൻ്റെ ചുവട്ടിൽ ആരാ കുത്ത കിടന്നുറങ്ങുകയാണ്, എലികൾ അവിടെ വന്നു പോകുന്നുണ്ട്, എലികൾക്കൊന്നുമില്ല. അപ്പോൾ മനുഷ്യരും അതുപോലെ തന്നെ മൃഗങ്ങളും ഒരുപോലെ കഷ്ടപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു ക്ഷാമ കാലഘട്ടം എന്ന് പറയുന്നത്. സോ ആ ഒരു ക്ഷാമത്തിൻ്റെ അവസ്ഥയിൽ, ആ ഒരു ദുർദശയിൽ മനുഷ്യരും അതുപോലെ തന്നെ മൃഗങ്ങളും ഒന്നിച്ച് ഒരുപോലെ അവർ വേദനിച്ച ഒരു അവസ്ഥയും, അതുപോലെ തന്നെ അതിനുശേഷം അവർക്ക് ഭക്ഷണം കിട്ടിയപ്പോൾ ഗാന മിൽനെ പർ ഖുഷി, അടുപ്പ് എരിഞ്ഞ് തുടങ്ങിയപ്പോൾ. അപ്പം 2 രീതിയിലുള്ള അടുക്കളയാണ് അവിടെ ചിത്രീകരിച്ചിട്ട് ഉള്ളത്. ഒന്ന് അകാലിന് മുൻപും ഒന്ന് അകാലിന് പിൻപും. അപ്പം അകാലിന് മുൻപും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. കാരണം പട്ടിണിയാണ്. മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോക്കി അടുപ്പെരിയുന്നു, പുക പോകുന്നു, അത് കണ്ട് സന്തോഷിക്കുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അവസ്ഥ. അപ്പോൾ ഒരേ ഇതിൽ തന്നെ 2 അവസ്ഥയെക്കുറിച്ചിട്ടാണ് നാഗാർജുൻ അദ്ദേഹം ഈ ഒരു കവിതയിൽ നമുക്ക് വരച്ചു കാണിച്ചിട്ടുള്ളത്. അകാൽ കി ഭയവഹദ, കവിത അകാൽ കി ഭയവഹദ കോ ദർശാത്തി ഹെ. നമ്മൾ വളരെ കൂളായിട്ട് ഇപ്പോൾ ക്ഷാമം എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് അനുഭവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു നേരം പോലും വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പം ഇനി ഭക്ഷണം കിട്ടുമോ എന്ന് പോലും അറിയാതെ കഴിയുന്ന ഒരവസ്ഥ. അപ്പം അത് വളരെയധികം വേദനാജനകമാണ്. ജഹാൻ ചുൽഹ നെഹിൻ ചലന, ചക്കി നെഹിൻ ചലത്തി, ഖാനി കുത്തിയ ഒരു ചൂഹയ്ക്ക് ഭൂക്ക് രഹത്തെ ഹെ. ഇത് കവിതയിൽ പറയുന്നുണ്ട്. അടുപ്പെരിയുന്നില്ല, അമ്മി അരല ഒന്നും പ്രവർത്തിക്കുന്നില്ല, പട്ടിയാണെങ്കിലും എലിയാണെങ്കിലും ഒക്കെ വിശന്ന് അടുക്കളയുടെ ചുറ്റും നടക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. जीवन का कष्ट, अकाल के कारण जीवन कष्टमय हो जाता है. लोग भूख के त्रस्त होते हैं. ലോകം മുഴുവൻ വിശപ്പാൽ പീഡിതരാവുന്നു. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഒരു ഭേദവുമില്ലാതെ എല്ലാവർക്കും വിശപ്പെന്നുള്ള വികാരം ഒന്ന് തന്നെയാണ്. അവിടെ മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ യാതൊരു വ്യത്യാസമില്ല. അപ്പം എല്ലാവരും എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി ശിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം अकाल के बाद क्या हुआ? राहत और खुशी हो गई है. लेकिन जब कुछ दौनेगार में जाते हैं तो माने घर में फिर भी खुशियाँ लौट आती है. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വിഷമങ്ങളൊന്നുമല്ല, വിശപ്പാണ് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ കുറച്ച് ധാന്യം വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ തന്നെ മാറുകയാണ്. എല്ലാവരും സന്തോഷിക്കുകയാണ്. ആംഖൻ മേ ദുആ ഉഡനാവ് और घर की आंखों की चमकन
इस बात का प्रतीक है कि जीवन फिर से पटरी पर लौट रहा है. അപ്പം അടുക്കളയിൽ നിന്ന് പുക പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു രംഗമാണ്. കാരണം ജീവിതം തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ്. അപ്പോൾ വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരത്തെ വളരെ മനോഹരമായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അടുത്ത വരുന്ന ചാപ്റ്ററാണ് ठाकुर का कुआं. हिंदी में बहुत प्रसिद्ध लेखक प्रेमचंद की कहानी है ठाकुर का कुआं. ठाकुर का कुआं कहानी मुंशी प्रेमचंद द्वारा लिखी गई एक लघु कथा है. यह कहानी भारतीय समाज की जातिवाद, सामाजिक असमानता और छुआछूत जैसी समस्याओं को उजागर करती है. ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് പ്രേംചന്ദ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ലഘുകഥയാണ് ഠാക്കൂർ കാ കുവാം. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജാതിവാദ്, അതായത് ജാതി വ്യത്യാസം, തൊട്ടുകൂടായ്മ, സാമൂഹികമായിട്ടുള്ള ഇപ്പോൾ ഉയർന്നവർ താഴ്ന്നവർ എന്നുള്ള ഭേദഭാവം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. इस कहानी में ठाकुर अपनी उच्च जाति का इस्तेमाल करके घांगी और अन्य നീചി ജാതിയും കെ ലോകവും അപമാനിത് കർത്തേ ഹെ. അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മൾ നോക്കിയാലും ഠാക്കൂർ എന്ന് പറയുന്നത് ഉച്ചജാതി. ഇപ്പോൾ ഏറ്റവും അധികം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നത് ജാതി ഭേദമാണ്. ഉയർന്ന ജാതിയിലുള്ളവർക്ക് എല്ലാ അധികാരങ്ങളും, താഴ്ന്ന ജാതിയിലുള്ളവരെ നീചരാണെന്നുള്ള കണക്ക് അവർ തൊടാൻ പാടില്ല, അവർ തൊട്ട് അശുദ്ധമായി, അങ്ങനെയുള്ള ഒരുപാട് റൂട്ടിവാദി പാഖണ്ഡുകൾ നിലനിന്നിരുന്നു. അപ്പോൾ ഠാക്കൂർ എന്ന് പറയുന്ന നമ്മളുടെ കഥയിലെ ക്യാരക്ടർ ആരാണ്? ഉച്ചജാതിയുടെ പ്രതീകമാണ്. അപ്പോൾ അദ്ദേഹം ഗാംഗീനെ പോലെയുള്ള താഴ്ന്ന ജാതിയിലുള്ളവരെ അപമാനിക്കുന്നു. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചജാതിയിലുള്ളവർക്കാണ് എല്ലാ റൈറ്റും പവറും. താഴ്ന്ന ജാതിയിലുള്ളവർ ഇവരെ ഒബേ ചെയ്ത് ഇരിക്കണം, അതായത് ഇവരെ അനുസരിച്ചിരിക്കണം. അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇല്ല. ठाकुर का कुआं कहानी के मुख्य बात, इस कहानी में ठाकुर स्वामी नामक व्यक्ति ने एक कुआं को अपने नियंत्रण में रखा है. ഇവിടെ ഠാക്കൂർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്താണ്? ഒരു കുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കിണർ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. ഈ കഥയിലെ മുഖ്യ പാത്രം എന്ന് പറയുന്നത് മുന്നു. एक सामाजिक रूप में कमज़ोर व्यक्ति है. मुन्नू को ठाकुर के कुआं को पानी पीने की अनुमति नहीं मिलती. മുന്നു ആണ്. മുന്നുവിന് എന്താണ്? ഈ ഠാക്കൂറിൻ്റെ കുവയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉയർന്ന ജാതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കിണറ്റിൽ വെള്ളം കുടിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ഗാംഗി और उसके जैसे लोग पानी जैसे मूलभूत ज़रूरत के लिए संघर्ष कर रहे हैं. കുടിവെള്ള ക്ഷാമമാണ്. ഇവർ എടുത്തുകൊണ്ടിരുന്ന വെള്ളം മലിനമായിരുന്നു. അപ്പോൾ ഇവിടെ ദാഹിച്ചിട്ട് വയ്യാത്തത് കൊണ്ട് തന്നെ ഗാംഗി വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്, പക്ഷേ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വെള്ളത്തിന് വേണ്ടി ഇവർ നടത്തിയിരുന്ന ഒരു സംഘർഷമാണ് ഇതിൽ വരച്ച് കാണിക്കുന്നത്. ठाकुर और उसकी जाति के लोग इसका दुरुपयोग कर रहे हैं. ठाकुर की संवेदनहीनता भी इस कहानी का एक महत्वपूर्ण पहलू है. ഠാക്കൂറിനെ പോലുള്ള ഉയർന്ന ജാതിയിലുള്ളവർ ഇവരുടെ അവസ്ഥ എന്ത് ചെയ്യാണ്? മുതലെടുക്കുകയാണ്. ഇപ്പോൾ ഠാക്കൂറിനെ പോലുള്ള സംവേദനഹീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോടൊരു കൺസിഡറേഷനും ഇല്ലാതെ, ഒരു സഹാനുഭൂതിയും ഇല്ലാതെ, അദ്ദേഹത്തിൻ്റെ ഒരു ജന്മിത്വം അല്ലെങ്കിൽ ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കഥയിൽ മെയിനായിട്ടും പ്രേംചന്ദ് വരച്ച് കാണിക്കുന്നത്. കഥയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ നമുക്കിപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ പോലും ഒരുപാട് വിഷമം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇത്രയും അപമാനം സഹിക്കുക. ഇവർ സ്ഥിരമായിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് മലിനമായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരെ പോയി വെള്ളം എടുക്കേണ്ടി വരും. പക്ഷേ സ്റ്റിൽ അവിടെ എന്തുണ്ട്? അവർക്ക് വെള്ളം എടുക്കാനുള്ളൊരു സോഴ്സ് ഉണ്ട്, ഠാക്കൂറിൻ്റെ കുവയുണ്ട്. പക്ഷെ എന്താ, അവർക്ക് അതിൽ നിന്ന് എടുക്കാനുള്ള അനുമതിയില്ല. എന്നിട്ടും ദാഹിച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ, അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ് വെള്ളത്തിന് വേണ്ടിയിട്ട്. ഹൈഡ് ചെയ്ത് അവിടെ ഒളിച്ചൊക്കെ നിന്നിട്ടാണ് വെള്ളം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം എടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അത്രയും ഒരു ഭയാനകമായിട്ടുള്ളൊരവസ്ഥ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇക്കായി 1, 2, 3 3 യൂണിറ്റുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന യൂണിറ്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഇക്കായുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്